ഇനി അടുത്ത ആരാവോ വരാള്. നേരം പോണ്ടേ. 11ാമത്തെ ആളായി. ഇനി 12ാമത്തെ ആളായി കഴിഞ്ഞ് ഞാൻ പോവും. എൻ്റെ കടങ്കഥയ്ക്ക് ഉത്തരം കിട്ടണ്ടേ? ഒരു പൊട്ടം വരുന്നല്ലോ. ഹലോ, എൻ്റെ ഞാൻ ഒരു കടങ്കഥ ചോദിക്കാം. അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കീശിരിക്കുന്ന ഈ 200 രൂപ നിങ്ങൾക്ക് തരും. ആചാരം പണിയില്ലാണ്ട് ഇരിക്കുകയാണ്. 200 എങ്കിൽ 200. ആ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. തോറ്റ ഈ 200 കിട്ടിച്ചേട്ടാ. ഓക്കെ അല്ലേ? ചോദിക്ക്. ഞാൻ തീയിൽ കുറിച്ചതാണ്. ഈ ഞഞ്ഞാപ്പിൻ ചോദ്യത്തിനൊന്നും ഞാൻ തോൽക്കില്ല. താൻ ചോദിക്കണോ? പറയട്ടെ. ഒരു മരം, അതിന് മേലെ ഒരു കൂട്ടം പക്ഷികൾ. അതുവഴി ഒരു വേട്ടക്കാരൻ വന്നു. തോക്കും ചൂണ്ടി ആ മരത്തിന് മേലെ ഒരൊറ്റ വെടി. ഇയാളെ പേടിപ്പിക്കാണ്ടേ ആ ചോദ്യം എന്താ മര്യാദ പറഞ്ഞ. എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട്. നിക്ക് പൂവല്ലേ. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതിൽ ആ വേട്ടക്കാരൻ വെടി വെച്ചതിൽ ഒരു പക്ഷി താഴത്തേക്ക് വീണു മരത്തിന്. ബാക്കി എത്ര പക്ഷി ഉണ്ടാവും ആ മരത്തിന്മേ? പറയ് 200. ഒരു കൂട്ടം പക്ഷി ആയിരത്തിപ്പോ ഒന്ന് വെടിവെച്ച് താഴത്തേക്ക് വീണ്. ബാക്കിപ്പോ എത്ര എണ്ണം? 1 2 3 4 5 6 7 8 9 10. ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ഇതെന്ത് ചോദ്യമാണത്? ആളെന്നെ തയ്യാറാക്കണ ചോദ്യമാണല്ലോ. തയ്യാറാക്കണ ചോദ്യം തന്നെ. ഇപ്പോൾ 14 വന്നു. ഇതിപ്പോൾ നിങ്ങൾ 12ാമത്തെ ആളാ. ആരും പറഞ്ഞ ഉത്തരം ഇത് വേണ്ടേ? ശരിയാവില്ല. എൻ്റെ 200 ഞാൻ എടുത്തോ. വേറെ പണിയുണ്ട്. ഈ പണിക്ക് പോയാലേ 200 വേറെ കിട്ടും. അങ്ങനെ പണിക്ക് എന്താ അങ്ങനെ ഒരാളെങ്കിലും മണ്ടനാക്കി. എടോ, ഞാനടക്കം 12ാമത്തെ ആൾ നിർത്താൻ പറഞ്ഞത്. അതെ. തനിക്ക് 300 രൂപ ഞാൻ തരാം. അതിൻ്റെ ഉത്തരം എന്താന്നുള്ള കാര്യം തനിക്ക് അറിയോ എന്നുള്ള കാര്യം എനിക്കൊന്നും അറിയാണല്ലോ. എന്നാൽ 300 രൂപ ഉത്തരം താൻ പറയും. പൈസ എനിക്ക് തരണ്ട കേട്ടോ. ഞാൻ പറയട്ടെ. വേട്ടക്കാരൻ വന്നിട്ട് ആ മരത്തിലേക്ക് വെടി വെച്ചു. അതിന്റെ കിളി താഴെ വീണ് ചത്തു. ആ വെടി ശബ്ദം കേട്ടിട്ട് മറ്റെല്ലാ കിളികളും പോയില്ലേ, പറന്നു പോയി. പിന്നെ അതിനേതാ ബാക്കിയുള്ളത്? അപ്പൊ അതാണ് ഉത്തരല്ലേ? ആ 200 കിട്ടും ചെയ്തില്ല. കയ്യിലിരിക്കണം 300 പോവുകയും ചെയ്ത്. വേറുണ്ടായിരുന്നില്ല. ഞാൻ പോണോട്ട് പോയാൽ മതി. വിളിച്ചത് കാരണം